1236 സുൽത്താൻ ഇൽത്തുമിഷ് മരിച്ചതോടെ ഡൽഹി സുൽത്താനേറ്റ് മറ്റൊരു വഴിത്തിരിവിലേക്കും ഒരു ഭരണ പ്രതിസന്ധിയിലേക്കും വീണു. പ്രശ്നം കഴിഞ്ഞ അധ്യായത്തിൽ തന്നെ സൂചിപ്പിച്ച പോലെ അടുത്തത് ആര് എന്നതായിരുന്നില്ല. അതിലേറെ പ്രധാനമായിരുന്നു ഇനി ഭരണം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ചോദ്യം. ദില്ലി ഒരു അടിമകളുടെ രാജവംശമായി തുടരുമോ? അങ്ങനെ ഒരു അടിമയുടെ അടിമ ഭരണമേൽക്കുന്ന രീതി അത് ഉണ്ടാകുമോ? അതോ പേർഷ്യൻ മാതൃകയിലെ രാജവംശമായി ഇൽത്തുമിഷിൻ്റെ മക്കൾ ഒരു വംശാധിഷ്ഠിത ഭരണരീതി തുടങ്ങുമോ? ഇൽത്തുമിഷ് തീർച്ചയായിട്ടും രണ്ടാമത്തേതാണ് ആഗ്രഹിച്ചത്. തൻ്റെ മക്കളെ അദ്ദേഹം അതിനായി സിംഹാസനത്തിനായി വളർത്തുകയും ചെയ്തു. എന്നാൽ ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന സാഹചര്യം ആയിരുന്നില്ല. അവരുടെ അധികാരകാലങ്ങൾ അസ്ഥിരവും ക്ഷണികവുമായിരുന്നു. ആദ്യം അദ്ദേഹത്തിൻ്റെ മകൻ റുക്നുദ്ദീൻ അധികാരത്തിലെത്തി. പക്ഷേ ചില മാസങ്ങൾക്കുള്ളിൽ തന്നെ അയാൾക്ക് രാജ്യത്തിലെ പുതിയ അടിമ സൈന്യങ്ങളുടെ കലാപം നേരിടേണ്ടി വന്നു. അവർ അവൻ്റെ സഹോദരിയെ റസിയ സുൽത്താനയെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നു. റസിയ ഇന്ത്യയുടെ ചരിത്രത്തിൽ അതുല്യമായ ഒരു വ്യക്തിത്വമാണ്. നൂറ്റാണ്ടുകൾക്ക് ശേഷമുള്ള ഇന്ദിരാഗാന്ധിക്ക് മുമ്പ് ഡൽഹി ഭരിച്ച ഏക സ്ത്രീ ഭരണാധികാരി. പക്ഷേ അവളും അതേ വിരോധാഭാസങ്ങൾക്ക് കീഴടങ്ങി. 1240 റസിയ പുറത്താക്കപ്പെട്ടു. മറ്റൊരു സഹോദരൻ ബഹ്റം ഷാ സിംഹാസനത്തിലിരുന്നു. ശേഷം റുക്നുദ്ദീൻ്റെ മകൻ. തുടർന്ന് 1246 ഇൽത്തുമിഷിൻ്റെ മറ്റൊരു മകൻ നാസറുദ്ദീൻ മഹ്മൂദ്. ഇങ്ങനെ അധികാരം ഹ്രസ്വ കാലഘട്ടങ്ങളിൽ മാറി മറിഞ്ഞുകൊണ്ടിരുന്നു. ഈ കാലയളവിൽ പഴയ അടിമ ജനറൽമാർ മുഴുവനും പ്രായാധിക്യം മൂലം കാലയവരികയ്ക്കുള്ളിൽ മറഞ്ഞിരുന്നു. പുതിയ തലമുറ വന്നെത്തിയിരുന്നു, പുതിയ അടിമകൾ. അവർക്ക് ഇൽത്തുമിഷിൻ്റെ കുടുംബത്തോട് ഏതെങ്കിലും വിധത്തിൽ കൂറുണ്ടായിരുന്നില്ല. തങ്ങളുടെ സ്വന്തം അധികാരവും നിലനിൽപ്പും മാത്രമാണ് അവർ പരിഗണിച്ചിരുന്നത്. അങ്ങനെ ഇൽത്തുമിഷ് ആശിച്ച വിധം രാജവംശ ഭരണം പേര് പിടിക്കുകയുണ്ടായില്ല. അടിമ സൈന്യങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു പുതിയ വ്യക്തി ശക്തി കേന്ദ്രമായി ഉയർന്നു വന്നു. ഉലൂഗ് ഖാൻ. ഉലൂഗ് ഖാൻ ഒരു മധ്യേഷ്യൻ തുർക്കിഷ് പടയാളി ആയിരുന്നു. ഇൽത്തുമിഷിൻ്റെ കാലത്ത് അടിമയായിട്ട് ഇന്ത്യയിലെത്തിയ ഒരാൾ. പിന്നീട് നാസറുദ്ദീൻ്റെ ഭരണകാലത്ത് അയാൾ ഉപരാജാവായി ഉയർന്നു. പ്രായോഗികമായി പറഞ്ഞാൽ രാജാവിനേക്കാൾ അധികാരം ക്രമേണ അയാൾ നേടിയെടുത്തു. തൻ്റെ സ്ഥാനത്തെ ഉറപ്പിക്കാൻ അയാൾ സ്വന്തമായ ഒരു എലൈറ്റ് പടയാളി സംഘത്തെ തന്നെ സൃഷ്ടിക്കുകയുണ്ടായി. തുർക്കിഷ് അടിമകളും അഫ്ഗാൻ സൈനികരും ചേർന്ന് നിർമ്മിക്കപ്പെട്ട ഒരു പട. ദില്ലിയിലെ പേർഷ്യൻ പ്രഭുക്കൾ ഇവരെ അസംസ്കൃതരും കാട്ടാളരുമായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷേ ഉലൂഗ് ഖാന് നല്ല ബോധ്യമുണ്ടായിരുന്നു. വേരുകളില്ലാത്ത ഈ അടിമകൾ, അവരെ വിശ്വസിക്കാം. അവർ പുറത്തു നിന്നുള്ളവരാണ്. മറ്റ് കെട്ടുപാടുകൾ ഒന്നുമില്ലാത്ത അവർ സദാ കൂറു പുലർത്തും. അത് ഉറപ്പായിരിക്കും. 1266 നാസറുദ്ദീൻ മരിച്ചു. ഉലൂഗ് ഖാന് അയാളുടെ വധത്തിൽ പങ്കുണ്ടായിരുന്നതായിട്ട് ആക്ഷേപങ്ങളുണ്ട്. തുടർന്ന് ഒരിക്കൽ അടിമയായിരുന്ന ആ ആൾ ഉലൂഗ് ഖാൻ സുൽത്താൻ ഗിയാസുദ്ദീൻ ബൽബാൻ ആയി അധികാരത്തിലെത്തി. അവിടെ നിന്ന് ഒരു വിധത്തിൽ ഇൽത്തുമിഷിൻ്റെ ചരിത്രത്തിൽ കണ്ട കാര്യങ്ങളുടെ മറ്റൊരു ആവർത്തനമായിരുന്നു. വീണ്ടും ഒരു അടിമ സിംഹാസനത്തിലേക്ക് എത്തി. വീണ്ടും മംഗോളുകൾ ഈ സമയം വടക്കൻ അതിർത്തിയിൽ ഭീതി ഉണ്ടാക്കുന്ന ഒരു വേളയായിരുന്നു അത്. അനവധി അഭയാർത്ഥികൾ അതിനെ തുടർന്ന് ഖുറാസാനും മധ്യേഷ്യയും വിട്ട് ഇന്ത്യയിലേക്ക് ഒഴുകി വന്നു. ഇൽത്തുമിഷിൻ്റെ കാലത്ത് നടന്ന പലതിൻ്റെയും ആവർത്തനം. വീണ്ടും ഒരാൾ തൻ്റെ അടിമത്വത്തിൽ നിന്ന് സുൽത്താനായി തീർന്ന സുൽത്താൻ ഗിയാസുദ്ദീൻ ബൽബാൻ ഒരു രാജവംശം സ്ഥാപിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. പക്ഷേ വിധി ചാക്രികമായി വീണ്ടും ആവർത്തിക്കുകയായിരുന്നു. ബൽബാൻ്റെ ഭരണകാലത്ത് ഒരു വശത്ത് അടിമകളുടെ പിന്തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള, മറുവശത്ത് രാജവംശത്തിന് വേണ്ടിയുള്ള ആ ഒരു സംഘർഷം അത് വീണ്ടും ഉച്ചസ്ഥായിയിലെത്തി. ആ വൈരുദ്ധ്യങ്ങൾ
ലെജിറ്റിമസിയെക്കുറിച്ചുള്ള ആ ആശങ്ക, ധാരണക്കുറവ്, അതെല്ലാം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു. സുൽത്താൻ ബൽബാൻ തൻ്റെ മക്കളെ തന്നെ പിന്തുടർന്നു വരുന്ന ഭരണാവകാശികളാക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ അടിമസേനയില്ലാതെ സിംഹാസനം സുരക്ഷിതമായിരുന്നില്ല. അതുകൊണ്ട് അയാൾക്ക് തുടർച്ചയായി അടിമ മന്ത്രിമാരെ നിയമിക്കേണ്ടി വന്നു. അവരുടെ പിന്തുണയിലാണ് ബൽബാൻ രാജ്യം ഭരിച്ചത്. തൻ്റെ സ്ഥാനത്തെ അദ്ദേഹം ഉറപ്പിച്ചത് തന്നെ താൻ വളർത്തിക്കൊണ്ടുവന്ന അടിമകളുടെ എലൈറ്റ് ഫോഴ്സിൻ്റെ സഹായത്തിലാണ് എന്ന് മുമ്പ് നാം പറഞ്ഞല്ലോ. പഴയ അടിമ മന്ത്രിമാർ മരിച്ചപ്പോൾ ബൽബാൻ ഒരു കാര്യം ചെയ്തു. അവരുടെ മക്കളെ സ്വതന്ത്രരായ നിലയിൽ അതേ സ്ഥാനങ്ങളിൽ നിയമിച്ചു. പഴയ അടിമകൾ അങ്ങനെ തങ്ങളുടെ സ്ഥാനമാനങ്ങൾ പാരമ്പര്യമാക്കി മാറ്റി. അതോടെ അടിമ വ്യവസ്ഥയുടെ അടിത്തറ തന്നെ പൊളിഞ്ഞു. ഈ ഇരട്ട നയം, അടിമകളെ ശക്തിക്ക് ആശ്രയിക്കുക, എന്നാൽ പുതിയ അടിമകളുടെ വളർച്ച തടഞ്ഞ് അതൊരു പിന്തുടർച്ചാ സമ്പ്രദായമാക്കുക എന്നത് ആ സംവിധാനത്തെ തന്നെയാണ് ക്രമേണ തകർത്ത് കളഞ്ഞത്. ഒരർത്ഥത്തിൽ അതായിരുന്നു സുൽത്താൻ്റെ ഉദ്ദേശവും. ബൽബാൻ്റെ മരണശേഷം ദില്ലി അങ്ങനെ വംശാധിഷ്ഠിതമായ രാജഭരണത്തിലേക്ക് മാറി. അടിമകളുടെ കാലം ക്രമേണ അവസാനിച്ചു. പക്ഷേ അത് അധികകാലം നീണ്ടു നിന്നില്ല. ബൽബാൻ്റെ മൂത്ത മകൻ മംഗോളുകൾക്കെതിരായുള്ള ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. രണ്ടാമത്തെ മകൻ ബുഖ്ര ഖാൻ ബംഗാളിലെ ഗവർണറായിരുന്നു. അയാൾ പിതാവിൻ്റെ മരണശേഷം പക്ഷേ ദില്ലിയിലേക്ക് മടങ്ങാൻ കൂട്ടാക്കിയില്ല. പകരം ബംഗാളിൽ തന്നെ സ്വതന്ത്രമായ രാജ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആ പ്രവിശ്യയിൽ തന്നെ ഭരണം തുടർന്നു. പിന്നെ ഉണ്ടായിരുന്നത് ബൽബാൻ്റെ കൊച്ചുമക്കൾ മാത്രമാണ്. അവർക്ക് 3 വർഷം മാത്രമാണ് ഭരിക്കാൻ കഴിഞ്ഞത്. അവരിൽ നിന്ന് പിന്നീട് ഗിൽജികൾ എന്ന ഒരു പുതിയ ബാഹ്യശക്തി ഡൽഹിയുടെ അധികാരം പിടിച്ചെടുക്കുകയായിരുന്നു. അങ്ങനെ അടിമകളുടെ സാമ്രാജ്യം അവസാനിച്ചു. തൻ്റെ ദീർഘമായ ഭരണകാലത്ത് ബൽബാൻ നിരവധി മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു. അയാൾ ഡൽഹി സുൽത്താനേറ്റിൻ്റെ നിയന്ത്രണം ഗ്രാമങ്ങളിലേക്കും കാടുകളിലേക്കും വ്യാപിപ്പിച്ചു. ഗംഗയുടെയും യമുനയുടെയും ഇടയിലുള്ള കാടുകൾ മുഴുവൻ വെട്ടി അവ കൃഷിയോഗ്യമാക്കി. അവിടേക്ക് കുടിയേറ്റക്കാരെ പാർപ്പിച്ചു. അവിടെ കൃഷി തുടങ്ങി. അവിടെ പുതിയ ഗ്രാമങ്ങൾ പിറന്നു. ആ ഗ്രാമങ്ങൾ ചെറു വ്യാപാര നഗരങ്ങളായിട്ട് ക്രമേണ വളർന്നു വന്നു. ഇവയിലൂടെയാണ് ഡൽഹിയുടെ അധികാരം സാമൂഹികമായും സാമ്പത്തികമായും ഇന്ത്യയുടെ കേന്ദ്രമെന്ന നിലയിൽ വേരുറച്ചത്. ഈ രാഷ്ട്രീയ കഥയോടൊപ്പം മറ്റൊരു ആത്മീയ കഥ കൂടി പറയാനുണ്ട്. 1220-കൾ മുതൽ മംഗോൾ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട അനേകം സൂഫികൾ ഖുറാസാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തി. അവർ ഡൽഹിയിൽ നിന്ന് അകലെയുള്ള ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമൊക്കെ തങ്ങളുടെ ഖാൻഗാഹുകൾ, കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. ജലാലുദ്ദീൻ തബ്രീസി, ഫരീദുദ്ദീൻ ഗഞ്ചെ ഷക്കർ, ബഹാ അൽ ഹഖ് സക്കരിയ, ഈ 3 പേരുകൾ ഏറെ പ്രധാനമാണ്. അവർ ലൗകിക മോഹങ്ങളെ, അധികാരങ്ങളെ നിരസിച്ചു. ആത്മീയതയിലൂടെ സമൂഹത്തെ മാറ്റിമറിച്ചു. സുൽത്താൻമാർക്ക് ബദലായ നിലയിൽ സമൂഹത്തിലെ വലിയ വിഭാഗത്തിൻ്റെ ആത്മീയ നേതൃത്വം അവർ ഏറ്റെടുത്തു. 1258-ലെ മംഗോൾ ആക്രമണത്തിൽ ബാഗ്ദാദ് തന്നെ തകർക്കപ്പെട്ടു. അത് അബ്ബാസിയ ഖിലാഫത്തിൻ്റെ കൂടി അവസാനമായിരുന്നു. അതിനുശേഷം ഇത്തരത്തിലുള്ള സൂഫി വര്യന്മാരാണ് ആളുകൾക്ക് ആത്മീയമായ ദിശ നൽകിയത്. ദില്ലി അഭയാർത്ഥികൾക്ക് രാഷ്ട്രീയ അഭയം നൽകിയപ്പോൾ ഈ സൂഫികൾ അവരെ ആത്മീയമായി നയിച്ചു. ഖിൽജികൾ സ്ലേവ് ഡൈനാസ്റ്റി അവസാനിപ്പിച്ച് അധികാരം പിടിച്ചെടുത്തതിൻ്റെ ചരിത്രം പറയുന്നതിന് മുമ്പ് സുൽത്താനേറ്റ് കാലത്തെ സാമൂഹിക ജീവിതത്തെക്കുറിച്ച്, സാമൂഹിക മാറ്റങ്ങളെക്കുറിച്ച് കൂടി ചിലത് പറയാനുണ്ട്. അതാണ് അടുത്ത എപ്പിസോഡ്. സബ്സ്ക്രൈബ് ചെയ്യുക, പിന്തുടരുക.